കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ അവിടെ എവിടെയെങ്കിലും കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ലവ് മിനിസ്ട്രിയിലെ എല്ലാ കുടുംബങ്ങളെയും ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ ദിവ്യ കൃപ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി എന്നെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മീയമായി ഭൗതികമായി ധാരാളം അനുഗ്രഹിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അനേകർ കഴിഞ്ഞ ആളെ ഫോൺ ചെയ്ത് പ്രാർത്ഥന ആവശ്യപ്പെടുകയും അനേകർ അതിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുവാനിടയായി. ദൈവം നിങ്ങളെ ധാരാളം ദൈവസന്നിധിയിൽ ആരൊക്കെ അടുത്ത് വരുന്നു അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സമർപ്പിക്കാം. എന്ന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ തിരുവചന ഭാഗം 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇവിടെ കാണുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇവിടെ കാണുവാൻ കഴിയുന്ന 3 പ്രസ്താവനകളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ തന്നെത്താൻ സൂക്ഷിക്കുന്നു, അവരെ ദുഷ്ടൻ തൊടുന്നതുമില്ല. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യുന്നവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല എന്ന് കാണുവാനിടയാണ്. എന്നാൽ ദൈവത്തെ അറിഞ്ഞവരുമുണ്ട്, അറിയാത്തവരുമുണ്ട്, അറിഞ്ഞെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഒന്ന് കാണുവാൻ കഴിയുന്നത്, പാപം ചെയ്യാതെ ആരാണോ ജീവിക്കുന്നത് അവരാണ് യഥാർത്ഥമായ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. തിരുവചനം പഠിക്കുന്നു. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായം പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും. ഒരു പക്ഷിക്ക് 2 ചിറകുള്ളതുപോലെ, ഒരു മനുഷ്യന് 2 കൈയുള്ളതുപോലെ, ദൈവം ആത്മാവിൽ ജനിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതന് വലതുകൈയിൽ ആത്മാവിൻ്റെ ഫലങ്ങളും ഇടതുകൈയിൽ ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ 2 ചിറക് പോലെ പറന്ന് ഉയരുന്ന നിലകളിലേക്ക് ദൈവം 2 മണ്ഡലങ്ങളെ കൊടുത്തിരിക്കുന്നു. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ 9, ആത്മാവിൻ്റെ ഫലങ്ങൾ 9. നമ്മുടെ വലതുകൈയിൽ 5 വിരൽ, ഇടതുകൈയിൽ 5 വിരൽ എന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ 9-ഉം ആത്മാവിൻ്റെ ഫലങ്ങൾ 9-ഉമായി ദൈവം മനുഷ്യന് ദാനമായി നൽകിയിരിക്കുന്നു. ഇതാർക്കാ നൽകിയിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളാണ്. അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ ചോദിക്കും, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് നമ്മളെല്ലാവരും മനുഷ്യരിൽ ജനിച്ചവരല്ലേ? ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുമ്പോൾ പാപത്തിലൂടെ ജനിച്ചു വീഴുകയാണ്. അവൻ ഹല്ലേലൂയ വളർന്നു വരുമ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്തു വന്നത് പാപമാണ്, തെറ്റാണ്, തിന്മയാണെന്ന് മനസ്സിലാക്കി ഞാൻ തിന്മ ചെയ്യുകയില്ല, ഞാൻ നന്മയെ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞ് ദൈവത്തിൽ സമർപ്പിച്ചു സ്വന്തം ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ രക്തത്താലും ആത്മാവിനാലും ജനിച്ചിരിക്കുന്ന വെള്ളത്താൽ ജനിച്ചവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വീണ്ടും ജനനം പ്രാപിച്ചവർ ആദ്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, അത് പാപത്തിൽ ജനിച്ചു. രണ്ടാമതും ജനിക്കുന്നത് ആത്മാവിൽ ജനിക്കുന്നവർ, അതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവരെന്ന് പറയുന്നത്. അവർ പാപം ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുക, നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരായി നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. പാപം, ഞാൻ കഴിഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൽ ജനിച്ചവർ മരണമാണ്, അവർക്ക് രോഗമാണ്, കഷ്ടതയാണ്. എന്നാൽ അതിൽ നിന്ന് ഒഴിവാക്കുവാനാണ് ദൈവം വീണ്ടും ജനനത്തെ കൊടുത്തു. നിക്കോദോമസ് യേശുവിനോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞു, നീ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കടക്കയില്ല എന്ന് യോഹന്നാൻ യേശുവിൻ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
അപ്പോൾ അവിടെ ചോദിക്കുന്നത് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയിട്ടാണോ പിന്നെ ജനിക്കുന്നത്? ഇല്ല, വെള്ളത്താലും ആത്മാവിനാലും നിങ്ങൾ ജനിക്കണമെന്നാണ്. ആത്മാവിൽ ജനിക്കുക, ക്രിസ്തുവിൽ ജനിക്കുക, ദൈവത്തിൽ ജനിക്കുന്ന അനുഭവം. കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ അവിടെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം നീങ്ങിപ്പോയി. ദൈവത്തിൽ ആയിത്തീരുമ്പോൾ പഴയ എല്ലാ ശാപങ്ങളും, പൂർവ്വപിതാക്കന്മാരുടെ കാലത്തുള്ള ശാപം, പാരമ്പര്യമായ ശാപങ്ങൾ, ദേശത്തിലുള്ള ശാപങ്ങൾ, ഇതെല്ലാം നീങ്ങി പാപം നമ്മളെ വിട്ട് മാറി അവനൊരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ മനുഷ്യനായി അവൻ മാറുകയായി. നമുക്കറിയാം, പാപം ചെയ്യാതെ വരുമ്പോൾ തന്നെ അവൻ പുതിയൊരു മനുഷ്യനാണ്. മുൻപ് വഴക്കുണ്ടാക്കി നടന്നവൻ വഴക്കുണ്ടാതെ നടക്കുമ്പോൾ, മറ്റോ മോഷ്ടിച്ച് നടന്നവൻ മോഷണം ഒഴിവാക്കുമ്പോൾ, കൊല ചെയ്ത് നടന്നവൻ കൊല ചെയ്യാതെ വരുമ്പോൾ, റൗഡിയായി ജീവിച്ചവൻ റൗഡി അല്ലാതായി തീരുമ്പോൾ, വ്യഭിചാരിയായി ജീവിച്ചവൻ വ്യഭിചാരം ചെയ്യാതെ വരുമ്പോൾ അവൻ പുതിയ മനുഷ്യനാ. പാപത്തിൽ നിന്ന് ഒഴിവാകുമ്പോൾ അവൻ പുതിയ മനുഷ്യനായി മാറുകയാണ്. അങ്ങനെ പുതിയ മനുഷ്യനായി മാറിയ ക്രിസ്തുവിൽ ജനിച്ച മനുഷ്യൻ പാപം ചെയ്യുന്നില്ല. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് പറയുവാനുള്ള ഒരു കാര്യം, നമ്മൾ ആരെങ്കിലും പാപം ചെയ്യുന്നുവെങ്കിൽ കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ നാവ് കൊണ്ടോ കൈകാലുകൾ കൊണ്ടോ ചിന്ത കൊണ്ട് നാം പാപം ചെയ്യുന്നുവെങ്കിൽ നാം യഥാർത്ഥമായി ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല എന്ന് വരുകയാണ്. നിങ്ങൾ ചോദിക്കും, ഞാൻ പാപം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്ങനെയോ ഞാൻ ആയിത്തീരുന്നു. അധർമ്മം പാപമാണ്. അധർമ്മം ചെയ്യിപ്പിക്കുന്നവൻ അധർമ്മമൂർത്തിയാണ്. പാപം ചെയ്യിപ്പിക്കുന്നവൻ അധർമ്മമൂർത്തി. പാപത്തെ ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്നത് ഒരു പൈശാചിക മണ്ഡലമാണ്. നമ്മൾ മറന്നു പോരുത്. ഒരാൾ കൊല ചെയ്യാനുള്ള പ്രേരണ, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക, വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുക, മറ്റൊരാൾ അടി കൊടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഇതെല്ലാം ഒരു അന്ധകാര ശക്തിയുടെ പിന്നിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടാണ് പലരും പാപത്തിൽ വീണു പോകുവാനിടയാകുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ പാപം ഒഴിവാക്കി നീതിമാനായി, നീതിയുള്ളവരായി, വെളിച്ചമായി, ഭൂമിയിലെ ഉപ്പായി, പ്രകാശമായി നമ്മൾ വെളിപ്പെട്ടു വരുവാനിടയാകും. ആകാശത്തിൽ മഴ പെയ്ത് മഴ വില്ല് വെളിപ്പെടുമ്പോൾ കാണുവാൻ കഴിയും. ഇനി മഴ പെയ്യത്തില്ലെന്നുള്ള ഒരു അടയാളമായിട്ടാണ് മഴവില്ല് കൊടുക്കുന്നത്. ഈ മഴവില്ലിനെ നോക്കുമ്പോൾ അതിൽ 7 കളറുണ്ട്. അത് തെളിഞ്ഞു വരുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ പാപം ചെയ്യാതെ വരുമ്പോൾ ചിലർ വെളിച്ചമായി വെളിപ്പെടും, ചിലർ ഭൂമിയിൽ ഉപ്പിൻ്റെ രുചിയുള്ള വാക്കുകളായിരിക്കും, മധുരമുള്ളവരായി മാറും. അവർ പ്രകാശപൂരിതരായി മാറി അനേകർക്ക് മാതൃകയുള്ളവരായി മാറി അവർ അനുഗ്രഹീതരായി തീരുവാൻ ദൈവം ഇടയാക്കും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പാപം ചെയ്യാതവണ്ണം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായി മാറുവാൻ ദൈവം നിങ്ങളെ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. അവിടെ കാണുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ തന്നെ താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ തന്നെ താൻ സൂക്ഷിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് തന്നെത്താൻ സൂക്ഷിക്കുവാൻ ദൈവമേൻ കഴിയണം. യാക്കോബിലെ ലേഖനം 1-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ അവിടെ 27-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ദൈവസരെ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ അനാദിര വിധവുമാരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നവൻ, തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ഭക്തനെന്ന് അവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തിലെ കളങ്കം പറ്റാതെ, പാപം പുരളാതെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശരീരം വേർത്തും കാറ്റടിച്ചൊക്കെ നമ്മുടെ ശരീരത്തെ മലിനമാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞും കൊണ്ട് വരുന്നതല്ല, പക്ഷേ ആ പൊടികൾ നമ്മുടെ ശരീരത്ത് വന്ന് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പുരണ്ട് വസ്ത്രങ്ങളെ മലിനമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്രകളിൽ, പ്രവർത്തന മേഖലകളിൽ ഒക്കെ സ്തോത്ര കളങ്കം പറ്റുവാൻ, അഴുക്ക് പുരളാൻ, മാലിന്യതകൾ വരുവാൻ ഇടവരും. എന്നാൽ യഥാർത്ഥ ഭക്തൻ തന്നെത്താൻ സൂക്ഷിക്കും. കളങ്കം പറ്റാതെ സൂക്ഷിക്കുമെന്നാണ് ദൈവജനം പഠിപ്പിക്കുന്നത്. അവൻ തന്നെത്താൻ ഏതൊക്കെ കാര്യങ്ങളിൽ അവൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു? ഒന്ന്, ഈ ലോകത്തിൻ്റെ മലിനതകൾ പുരളാതെ അവൻ സൂക്ഷിക്കാൻ കടമപ്പെട്ടവനാണ്. അപ്പോൾ കളങ്കം പറ്റാതെ സൂക്ഷിക്കുക. മറ്റൊന്ന്,
അവിടെ കാണുവാൻ കഴിയുന്ന 1 യോഹന്നാൻ 5:21 വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. 1 യോഹന്നാൻ 5:21 വാക്യത്തിലാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിക്കണം, അതിനോട് അടുക്കാൻ നാം പാടില്ല എന്ന് അവിടെ കാണുവാൻ ഇടയാകും. വിഗ്രഹങ്ങൾ നമ്മൾ കാണുന്നത്, ഇന്ന് കാണുന്ന അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന വിഗ്രഹ ദൈവങ്ങളിൽ നിന്ന് ഒന്ന് അകന്നു ജീവിക്കണം, സൂക്ഷിക്കുന്ന നല്ലത്. വിഗ്രഹാർപ്പിതങ്ങൾ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹമാണ്, അത്യാഗ്രഹം ഒരു വിഗ്രഹമാണ്, ഞാനെന്ന് ഭാവിക്കുന്നത് ഒരു വിഗ്രഹമാണ്. അപ്പം ഞാൻ യോഗ്യനെന്ന് പറയുന്നത് ഒരു വിഗ്രഹമാണ്. ഇങ്ങനെ നമ്മുടെ കഴിവുകളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു വിഗ്രഹമാണ്. ചില യഹൂദി വാക്കൽ കോളേജ് കുമാരന്മാരുടെ അനുഭവങ്ങൾ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മനസ്സിൽ കണ്ട് അത് ധ്യാനിച്ച് മുന്നോട്ട് പോകുന്ന അതൊരു വിഗ്രഹമാണ്. ചില ചില യൗവനക്കാരികൾ മനസ്സിൽ വെച്ച് ആമേൻ പൂജിക്കുക, മനസ്സിൽ ചിന്തിക്കുന്നത് അതൊരു വിഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിക്കണം, അതിനോട് അടുക്കരുത്. നമ്മുടെ മുമ്പിൽ കൂടെ എത്രയോ യുവതി വാക്കൾ സ്തോത്രം കടന്നു പോകും. അവരെ മനസ്സിൽ ധ്യാനിക്കുന്നുവെങ്കിൽ നീ അതൊരു വിഗ്രഹമായി മാറുകയാണ്. അതിങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ അത് വച്ചേക്കരുത്, അതിൽ നിന്ന് അകന്നുകൊള്ളണം. ദ്രവ്യാഗ്രഹം അത് വിഗ്രഹമാണ്, അതിനെ നമ്മൾ അത് ഉള്ളിൽ വച്ചിരിക്കരുത്. അത് ദോഷങ്ങളുണ്ടാക്കും, കുടുംബജീവൻ തകർക്കും, സന്തോഷങ്ങൾ സമർക്കും, സമാധാനം നമ്മെ തകർത്ത് കളയും. അതുകൊണ്ട് അതിനെ നമ്മൾ അകന്നുകൊള്ളേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ വിഗ്രഹ ചിന്തകളെയും നാം ഉപേക്ഷിക്കണമെന്ന് ദൈവം പറയുന്നു. ഇവിടെ പറയുന്നു, ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും, ഒന്ന് കളങ്കം പറ്റാതെ സൂക്ഷിക്കുക. വിഗ്രഹങ്ങളിൽ നിന്ന് അകന്ന് സൂക്ഷിക്കുന്നവരായി അവർ കാണുവാൻ ദൈവം അവിടെ ഇടയാക്കുന്നു. അടുത്ത് പറയുന്നത് മാർക്കോസ് 12:38 മുതൽ അവളുടെ വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ തൻ്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോട് നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥാനവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അങ്ങാടിയിൽ വന്നൊരു പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന് അനേകർ മുഖ്യാസനങ്ങൾ ആഗ്രഹിച്ച് ആൾക്കാർ കാണുമ്പോൾ വന്ദനങ്ങൾ പറഞ്ഞ് നടക്കുന്ന ശാസ്ത്രിമാരെ കാണുവാൻ കഴിയും. ബൈബിളിൽ പറയുന്നു, ശാസ്ത്രിമാർ യേശുവിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടന്നവരാ. അപ്പോൾ ഇവിടെ പറയുന്നു, ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മുഖ്യാസനങ്ങളും അങ്ങാടിയിൽ വന്നനവും പറഞ്ഞു നടക്കുന്ന അനേകരെ കാണുവാൻ കഴിയും. അവരെ നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് ജനിച്ച ദൈവമക്കൾ അവരെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്കി ധരിച്ചും പള്ളിയിൽ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മാർക്കോസിൻ്റെ സുവിശേഷ ഭാഗം 13-ാം അധ്യായം 5-ാം വാക്യം പഠിക്കുമ്പോഴും യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെ കാണുന്നു, യേശു അവരോട് പറഞ്ഞത് ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇന്ന് ലോകത്തെ കാണുന്നത് വിശ്വാസത്തെ തെറ്റിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം കടന്നു പോയിരിക്കുന്നത്. ദൈവവചനത്തെ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് അവരവരുടെ ബുദ്ധിക്കുതകുന്ന രീതിയിൽ പ്രബോധിപ്പിച്ച് അനേകരെ തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അനേകർ കുഴഞ്ഞു നടക്കുകയാണ്. എന്നാൽ ദൈവത്തിന് ജനിച്ചവർ വളരെ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മെ ആർക്കും തെറ്റിക്കുവാൻ കഴിയുന്നതേ അല്ല. അതുകൊണ്ട് നമ്മെ തെറ്റിച്ച് കളയുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ നാം മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ മറ്റു ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മാർക്കോസ് 13-ൽ 22-23 വാക്യങ്ങൾ, മത്തായി 7:15 പഠിക്കുമ്പോൾ കള്ളപ്രവാചകന്മാരെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിൽ വചനം പറയുന്നു, കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ നടുവിൽ വരും, എൻ്റെ നാമം ധരിച്ച് കടന്നു വരും. അതുകൊണ്ട് അവരെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവർ സ്തോത്രം
കുഞ്ഞാടുകളെ പോലെ നമ്മുടെ അടുക്കൽ വരും. അവരെ ഹൃദയത്തിലോ അലറുന്ന സിംഹം പോലെ അവരെ ഉള്ളിൽ ആരെ വിഴുങ്ങാമെന്ന് ചിന്തിക്കുന്ന നിലകളിലാണ് അവരെ ഹൃദയങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിയുടെ കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിക്കുന്നവരായിരിപ്പീനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ കാണുവാൻ കഴിയും, ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുവാനിടയായി. ജോസഫിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ജോസഫ് നോക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത, ദൈവത്തോട് പ്രാർത്ഥിച്ച, ആരാധിച്ച ജോസഫ് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു. അവൻ സഹോദരന്മാരോട് നിഷ്കളങ്കോട് കാര്യങ്ങൾ പറഞ്ഞു. ദൈവം കൊടുത്ത ദർശനം, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവൻ സ്തോത്രം ജോസഫ് പറയുകയുണ്ടായി. അത് ഏട്ടന്മാർ കണ്ട് അസൂയപ്പെട്ട് അവർ പൊട്ടക്കിടറ്റിട്ടു. എന്നിട്ടും അവൻ പാപം ചെയ്യുവാൻ തയ്യാറായില്ല. പോത്തിഫോറിനെ അടിമയ്ക്കായി 20 വെള്ളിക്കാശിന് വിറ്റ് പോത്തിഫോറിൻ്റെ ഭാര്യ വീട്ടിൽ പോയി അവനെ ഗ്രഹവിചാരകനാക്കി. അവൻ്റെ ഭാര്യ എന്ത് ചെയ്തു? സ്തോത്രം അവനെ സ്നേഹിക്കുവാൻ, അവനെ കൈവശമാക്കുവാൻ നടക്കി. പക്ഷേ ജോസഫ് എന്ത് ചെയ്തു? ആരുടെ കയ്യിൽ വിടാതെ അവൻ തന്നെ താൻ സൂക്ഷിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, അവൻ്റെ യൗവനകാലത്തിൽ നല്ല പ്രായത്തിൽ പാപം ചെയ്യുവാൻ നല്ല അവസരമുണ്ടായപ്പോഴും ജോസഫ് പാപത്തിന് അധീനനാകാതെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി തീരുവാൻ തന്നെത്താൻ അവൻ്റെ കണ്ണുകൾ, ഹൃദയത്തെ, കൈകാലുകളെ, അവയവങ്ങളെ സൂക്ഷിച്ചതായിട്ടാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സ്തോത്രം. നമ്മെ തന്നെത്താൻ സൂക്ഷിക്കുന്ന ഓരോരുത്തരായി നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. ജോസഫ് സൂക്ഷിച്ചതുകൊണ്ട് അപ്പോൾ താൽക്കാലിക അല്പമായ നിന്ദകൾ അവൻ കേട്ടു, അല്പമായ പീഡകൾ അനുഭവിച്ചു. ഒരുപക്ഷെ അവർ കാരാഗ്രഹത്തിൽ പോകാനുള്ള കാരണം തന്നെത്താൻ സൂക്ഷിച്ചതുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, വളരെ വിശുദ്ധി സൂക്ഷിക്കുന്നവരാണ്, ഞാൻ വളരെ ഭയഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയും. എന്തുകൊണ്ട് എനിക്ക് കഷ്ടത വരുന്നു? എന്തുകൊണ്ട് എനിക്ക് ശോധന വരുന്നു? എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രതിസന്ധി വരാൻ കാരണമെന്ത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അടുക്കത്തോറും ശോധനകളുണ്ട്. പക്ഷേ ശോധനയുടെ നടുവിലൊരു ഉയർച്ച ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഒരു വളർച്ച ഉണ്ടെന്ന് മറന്നു പോകരുത്. ദൈവത്തോട് അടുക്കത്തോറും പ്രതികൂലം ഉണ്ടെങ്കിലും അതിലൊരു വിജയമുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ കാണുവാൻ കഴിയും, ജോസഫ് അവിടെ തന്നെത്താൻ സൂക്ഷിച്ചതുകൊണ്ട് ഒരു വലിയ നിന്ന അനുഭവിക്കേണ്ടി വന്നു. കേൾക്കാത്ത വാക്ക് കേട്ടു, പീഡകൾ കടന്നു വരുവാനിടയിൽ ഉപരി അവൻ കാരാഗ്രഹത്തിലേക്കായി. അവൻ ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തു എന്ന വാക്ക് കേട്ട് അവന് കാരാഗ്രഹത്തിൽ ഇരുട്ടറയിൽ അവൻ ഒതുക്കപ്പെടുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരായി നാം മാറിയാൽ അല്പ പ്രതികൂലങ്ങൾ, അല്പമായ കഷ്ടതകൾ, പീഡകൾ നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ജോസഫിനെ ആ പീഡ, ആ പ്രതികൂലം, ആ കാരാഗ്രഹം അധികം നാൾ ഇരിക്കേണ്ടി വന്നില്ല. അവനെ സ്തോത്ര ദൈവം വേഗത്തിൽ എന്ത് ചെയ്തു? അവനെ ദൈവം ഉയർത്തുവാനിടയായി. അവനെ ദൈവം രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്നു. രാജാവിന് തുല്യ പദവി കൊടുത്ത് ഒരു വലിയ ഭക്ഷുമന്ത്രിയാക്കി അവനെ മാറ്റുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ ജനിച്ചവർ തന്നെത്താൻ സൂക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിടുതലെന്ന് പറയുന്നത് ഒരു വലിയൊരു ഉയർച്ചയുണ്ട്. നമ്മുടെ മനസ്സിൽ കാണാൻ കഴിയാത്തത്, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുവാൻ കഴിയാത്തത്, നമ്മുടെ ഹൃദയത്തിൽ നിരൂപിക്കാൻ കഴിയാത്ത വലിയ അനുഗ്രഹങ്ങൾ, ഉയർച്ചകളാണ് ദൈവം നമുക്ക് തരുവാനിടയാകുന്നത്. അതുകൊണ്ട് നാം നമ്മെ തന്നെ വളരെ സൂക്ഷിക്കുക. നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുക, നമ്മുടെ നാവുകളെ സൂക്ഷിക്കുക, നമ്മുടെ കൈകളെ സൂക്ഷിക്കുക, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക, നമ്മുടെ കാലുകളെ സൂക്ഷിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളെ സൂക്ഷിക്കുക, നമ്മുടെ ഇടപെടലുകളെ സൂക്ഷിക്കുക. നാം നമ്മെ തന്നെ സ്വയം സൂക്ഷിക്കുമെങ്കിൽ ദൈവം നമുക്ക് അനുകൂലനായിരുന്നു, ദൈവം നമുക്ക് വലിയവനായിരുന്നു. നമ്മുടെ ജീവിതത്തെ മാനിക്കുവാൻ എൻ്റെ ദൈവം മതിയായ കർത്താവാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ കൊടുക്കുക. നിശ്ചയമായി എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവമേ, എല്ലാവരും എന്നെ തള്ളിക്കളയുന്നു, എല്ലാവരും എന്നെ ഉപേക്ഷിക്കുന്നു, ആരും എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെട്ട് വേദനപ്പെട്ട് കാണാം. പക്ഷേ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലനായിരുന്നു. നിങ്ങൾ കാണാത്ത നന്മകൾ തന്ന് ദൈവം മാനിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇവിടെ കാണുവാൻ കഴിയുന്നത് സ്തോത്രം, അവനെ തന്നെ സൂക്ഷിച്ചു. ജോസഫ് അവനവനെ തന്നെ സൂക്ഷിച്ചതുകൊണ്ട് മിസ്രൈമിലെ ഭക്ഷണമന്ത്രിയായി അവനെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ ലേഖന ഭാഗത്തിൽ ഇങ്ങനെ വായിച്ചേണ്ട ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, 3 ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിച്ചതുകൊണ്ട്
ദുഷ്ടൻ അവനെ തൊടുന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 1-ാം അധ്യായം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവയെ നിങ്ങൾ പറയും ദുഷ്ടൻ തൊടത്തില്ലേ? യോഹന്നാൻ 5:19 പ്രകാരം പറയുന്നു, സർവഭൂമി ദുഷ്ടന്റെ അധീനതയിലാ. നാം ഇരിക്കുന്നിടത്ത് ദുഷ്ടന്റെ അധീനതകളാ, നാം പോകുന്നിടത്ത് ദുഷ്ടന്റെ അധീനത, നാം ജോലി ചെയ്തിടത്ത് ദുഷ്ടന്റെ അധീനതകളുണ്ട്. അപ്പോൾ ഈ ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മെ ദുഷ്ടൻ എപ്പോഴും വേണമെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഹാലലിയ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ മുതുകിൽ വന്ന് തട്ടുപോലെ, അല്ലെങ്കിൽ ഞെരുക്കത്തോടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടിങ്ങോട്ട് ശരീരം തട്ടുന്നത് പോലെ ഈ ദുഷ്ടൻ ഭൂമിയിൽ ഉടാടി നടക്കുമ്പോൾ അവൻ നമ്മെ തൊടാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് അവനെ തന്നെത്താൻ സൂക്ഷിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ അവരെ തൊടുന്നില്ല, അവരെ ഉപദ്രവിക്കുന്നില്ല. വചനം ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ കൂടാരത്തിന് ബാധ അടുക്കത്തില്ല. ശത്രുവിന് ഒരു ആയുധവും നിന്റെ മേൽ ഫലിക്കത്തില്ലെന്ന് വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെത്താൻ സൂക്ഷിക്കുന്ന ഓരോ ദൈവമക്കളോട് പറയട്ടെ, ദുഷ്ടൻ നിങ്ങളെ തൊടാതെ വണ്ണം ദൈവം സൂക്ഷിക്കുന്നവനാ. കർത്താവ് പറഞ്ഞു, ദുഷ്ടൻ്റെ ആഗ്രഹം നിന്നെ കല്ലിൽ തട്ടി വീഴുകാറാക്കുക, നിന്നെ തകർക്കുക, നിന്റെ സമാധാനത്തെ കെടുക്കുക, വിശ്വാസത്തെ നശിപ്പിക്കുക, നിന്റെ ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യുക, സാമ്പത്തിക മണ്ഡലങ്ങളെ തകർക്കുക, നിന്റെ ബുദ്ധിയെ കെട്ടുക, നിനക്കെന്ത് ചെയ്യണമെന്ന് കറിഞ്ഞുകൂടാതെ വേണം നിന്നെ തകർക്കുക. ഇതൊക്കെ ദുഷ്ടൻ്റെ പദ്ധതികളാണ്. അതിൽ നിന്ന് നിങ്ങൾ ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. ഇതിൽ നിന്ന് വിജയം നിങ്ങൾക്ക് വേണമോ, നിങ്ങൾക്കതിന് ഉയർച്ച വേണമോ എങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ സൂക്ഷിക്കണം. ഭയങ്കര തന്ത്രശാലിയാണ് ദുഷ്ടൻ, പല തന്ത്രങ്ങൾ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരെ ദാവീദ് പറഞ്ഞത്, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യരുത്, നടക്കരുത്. അപ്പോൾ നമുക്ക് ദുഷ്ടൻ പല ആശയങ്ങൾ തരും. ഒരുപക്ഷെ വീട്ടുകാരോടെ കൂടെ ആയിരിക്കും, സുഹൃത്തുക്കളിൽ കൂടെയാണ് ശത്രു ആയുധമായി നമ്മൾ വരുന്നത്. ആലോചന നമ്മൾ തകർക്കുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടി വരുന്നത്. ചില സഹോദരന്മാർ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ കൂട്ടുകാർ വിളിക്കും, ഓടിവാർ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. അവർ വിളിച്ചുകൊണ്ട് പോകും, എവിടെയെങ്കിലും പോയി തകർന്നു പോകുവാനിടയാകും. ചിലപ്പോൾ ചില കുരുക്കൾപ്പെട്ട് കൊണ്ട് ഇടാറുണ്ട്. ചിലപ്പോൾ ചില പാപത്തിൽ കൊണ്ടുപോകും, ചില മോഷണത്തിൽ കൊണ്ടുപോകും. ചിലപ്പോൾ രാത്രികളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളിൽ പോയി അപകടങ്ങൾ വരുത്തും. ഇങ്ങനെ പലരുടെ ആശയങ്ങൾ കേൾക്കുമ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവമേ ഞാൻ പോകണമോ, അതോ ഈ വാക്ക് കേൾക്കണമോ, ഞാൻ നിന്റെ വാക്ക് കേൾക്കണമോ എന്ന് ചോദിച്ച് ദൈവത്തോട് ആലോചന വെച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. അവരോ സ്തോത്രം തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവരെ ദുഷ്ടൻ തൊടുന്നതുമില്ല. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൽ ജനിച്ചത് ഓരോ ദൈവമക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ് അവർ തന്നെത്താൻ സൂക്ഷിക്കുവാനുള്ള കൃപ അവിടെ നിന്ന് കൊടുക്കണമേ. കർത്താവെ, അവരെ ദുഷ്ടൻ തൊടാതെ വണ്ണം നീ കാക്കുവാൻ നീ നദിയായ ദൈവമാണല്ലോ. കർത്താവെ, ദുഷ്ടൻ പലപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി അവകാശം പറഞ്ഞു, ആരോഗ്യത്തെ അവകാശം പറഞ്ഞു, സമ്പദ്ഘടനകളെ അവകാശം പറയുമ്പോൾ ഈ കർത്താവെ, നിന്നിൽ ജനിച്ചവരുടെ മേൽ അവകാശം ചൊലുത്തുവാൻ അനുവദിക്കാതെ വണ്ണം നീ കാക്കുന്ന ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ നാഥ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ നീ വികസിപ്പിക്കണമേ. തലയ്ക്ക് ഭാരങ്ങളിട്ട് ഭരിക്കുന്ന ബന്ധനങ്ങൾ അടിയപ്പെടട്ടെ, ആരോഗ്യത്തിൻ്റെ ശക്തികൾ അടിയട്ടെ, എല്ലാ ട്യൂമറുകളും അടിഞ്ഞു മാറട്ടെ. കർത്താവെ, തലയ്ക്കകത്ത് മന്ദതകൾ വരുത്തി ട്യൂമറുകളെ കടത്തിവിട്ട് തകർക്കുന്ന ദുഷ്ടൻ്റെ വെല്ലുവിളികൾ യേശുവിൻ്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ അടിഞ്ഞു മാറട്ടെ. കൈകാലുകളെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സാമ്പത്തിക മേഖലകളെ ദിട്ടുവെക്കുന്ന മണ്ഡലങ്ങൾ അഴിയട്ടെ, സമ്പദ്ഘടനകളെ ദിട്ടുവെക്കുന്ന മണ്ഡലങ്ങൾ അടിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി മെച്ചപ്പെടുവാൻ കഴിയാതെ തൊടികളിൽ നഷ്ടപ്പെട്ടവരായി ഭാരത്തോടിരിക്കുന്ന വ്യക്തികളുണ്ട്. കർത്താവെ, ഇപ്പോൾ നിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരുകളെ തുടയ്ക്കണമേ, ഭാരങ്ങളെ മാറ്റണമേ. കർത്താവ്, നിന്റെ കൃപയുടെ മറയിൽ ഓരോരുത്തരും മറച്ചോളണമേ. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ആശീർവദിക്കും. ഒരു നാളുകൾ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. കർത്താവെ, ജ്ഞാനത്തോടെ അരിപ്പാൻ പഠിക്കാൻ ഉത്സാഹം കൊടുക്കണം. മനസ്സുകളെ മണ്ടിപ്പിക്കുന്ന അനുഭവമുള്ള കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പഠിച്ചാലും മറന്നുപോകുന്ന നിലകളിലുള്ള കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നത്. കർത്താവെ, അവിടുത്തെ കൃപ അവരുടെ മേൽ പകരണമേ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ.
കർത്താവേ. യുവതി യുവാക്കൾ ആശീർവദിക്കണം. യവന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട് കർത്താവേ. വഴിതെറ്റി നടക്കുന്ന, ഭവനങ്ങളിൽ വന്നുകൂടാതെ രാത്രിയാമങ്ങൾ കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്ന യുവാക്കളുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുണ്ട്. അവരോട് നീ മനസ്സിലിടമേ കർത്താവേ. ഇപ്പോൾ തന്നെ നിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയൊരു രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ പിതാവേ നീ സഹായിക്കണം. പ്രാർത്ഥന കൃപയ്ക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം തുടർന്ന് പ്രാർത്ഥന ആവശ്യമുള്ളവർ ഈ ഫോണിൽ ബന്ധപ്പെടാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ ആത്മാഹേമിച്ചാൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക, ഇതിൽ സഹകരിക്കുക. ഇത് തുടർന്നും ഈ പ്രോഗ്രാം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങളുടെ സഹകരണം ഏറ്റവും ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ കാണുന്ന അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ സാമ്പത്തികമായ സഹായം, ചെറുതും വലുതുമായ സഹകരണങ്ങളെ ഞങ്ങൾ ആവശ്യപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.